നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല ആളുകളുടെ സ്റ്റാറ്റസ് ആണ് നമ്മൾ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇത് കാണുന്ന ഒരു മൊമെന്റിൽ എന്താണ് നമ്മുടെ മനസ്സിൽ? എനിക്ക് അങ്ങനെ ഒരു ഒരിക്കലും ഒരു ഒന്നും തോന്നുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് മരണത്തിൻ്റെ സമയം വരുമ്പോൾ ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു. അപ്പം ആ മീറ്റിംഗ് കഴിഞ്ഞ് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു 1:30 മണി ആയപ്പോൾ തിരിച്ചു പോകുമ്പോൾ PF മാത്യൂസ് എന്നെ വിളിച്ചിട്ട്, അതായത് മിസ്ഡ് കോളുകൾ ഇങ്ങനെ ഒരു 3-4 കിടക്കുന്നു. അപ്പം ഞാൻ അയാളെ വിളിച്ചു. വേറെയും കുറേ കോളുണ്ടായിരുന്നു, പക്ഷേ മത്തായി എനിക്ക് ഏറ്റവും അടുപ്പമുള്ളത് കൊണ്ട് ഞാൻ അയാളെയാണ് ആദ്യം വിളിക്കുന്നത്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ഒരു പേര് പറഞ്ഞുകൊണ്ട്, അയാളുമായിട്ട് നിനക്ക് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. എന്താണ്, ആരാ ആൾ എന്ന് ചോദിച്ചു. അല്ല, അയാൾ നിനക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു വാർത്ത ഇട്ടിട്ടുണ്ടെന്നു. ഞാനപ്പോൾ ആദ്യം ചോദിച്ചു തുടങ്ങിയോ എന്നുള്ളത്. കാരണം ഇലക്ഷൻ വരാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും 2019 കഴിഞ്ഞ് 2024 ഈ പറയുന്ന തുടങ്ങിയോ എന്ന് ഞാൻ ചോദിച്ചത്. അപ്പം അയാൾ മാത്യൂസിൻ്റെ അടുത്ത് ചോദിച്ചത് എന്താ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചു. ഞാൻ പൊളിറ്റിക്സാണ്, വളരെ കൃത്യമായിട്ട്. അപ്പം ഇതിനകത്ത് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് മരണം വിധിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മരണ വാർത്ത അച്ചടിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രമായിട്ട് വരുമ്പോൾ, സ്വാഭാവികമായിട്ടും കുറേ പേർക്ക് എന്നോട് ഏറ്റവും അടുപ്പമുള്ള കക്ഷികൾ പറയും, നീ എന്തെങ്കിലും വേണ്ടാത്തത് പറയാൻ പോയിട്ടാണ് ഇങ്ങനത്തെ സാധനം ഉണ്ടാകുന്നത്, ഇനി അതൊന്നും പറയാൻ പോകണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട, ഒന്ന് വായടച്ചാൽ മതി, നാവൊന്ന് അടക്കി വെക്കുക എന്ന് പറയുന്ന, പണ്ടത്തെ കാലത്ത് നാവടക്കോ പണിയെടുക്കൂ എന്ന് പറയുന്ന ഒരു അടിയന്തരാവസ്ഥ നമുക്ക് മുമ്പിലുണ്ട്. എന്നുള്ള അത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നാവടപ്പിക്കാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നുണ്ടാവും. അത് അവരെ, കാരണം ഈ ഒരു മനുഷ്യൻ മരിച്ചു, ഏറ്റവും അടുത്തൊരാൾ മരിച്ചു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന അവർക്ക് ഉണ്ടാവുന്നത് കൊണ്ട് അവരത് എന്നോട് വേണ്ട എന്ന് പറയുമായിരിക്കാം. പക്ഷേ ഞാനതിനെ അങ്ങനെ കാണുന്നൊന്നുമില്ല. കാരണം എനിക്ക് എൻ്റെ ചുറ്റുപാടുമുള്ള എന്നെ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്ന മനുഷ്യന്മാർക്ക് അറിയാം ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അൾട്ടിമേറ്റായിട്ട് നമ്മുടെയൊക്കെ ഒരു ജീവിതമാണുള്ളത്. ആ ജീവിതം ഈ ആർക്കെങ്കിലും വേണ്ടി വെറുതെ ഇങ്ങനെ കളഞ്ഞു പോകാൻ എനിക്ക് താല്പര്യമില്ല. മരിക്കുവാണെങ്കിൽ മരിക്കും എന്ന് പറയുന്നത്, ഒരു ദിവസം മരിക്കും, എന്താ എല്ലാ മനുഷ്യരും മരിക്കും. പക്ഷേ മരണത്തിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ജനതയ്ക്ക് വേറൊന്നും നൽകാൻ പറ്റില്ല, ഒരു മരണം മാത്രമേ നൽകാൻ പറ്റൂ. ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, തുറന്നു പറച്ചിലുകൾ പലപ്പോഴും തിരിച്ചടിയായിട്ടെന്ന് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമുക്കെന്തിനാണ് പിന്നെ എനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിലല്ലേ നമ്മൾ തുറന്നു പറയുന്നുള്ളൂ. ഞാൻ വഴി കൂടെ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായം പറയുന്ന ഒരാളല്ല. ഒരു പീരീഡിൽ എനിക്ക് ഒരു രസം തോന്നിയിരുന്നു. പുതിയ കാലഘട്ടത്തിൽ കലാകാരന്മാർ പ്രത്യേകിച്ചും കുറച്ച് സൂക്ഷിച്ചും കണ്ടുമാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിഷയങ്ങളിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിലായാലും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ഇപ്പോൾ ഒരു ഇച്ചിരി പേടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതിനകത്തൊരു കാര്യമുണ്ടെന്ന് വെച്ചറിയോ, ഞാൻ വളർന്ന സാഹചര്യങ്ങളുണ്ട്, അതുകൂടെ ഇല്ലേ. എന്നെ പരുവപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരുപാട് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്കലി കമ്മിറ്റഡ് ആയ മനുഷ്യന്മാരുണ്ട്, സോഷ്യലി കമ്മിറ്റഡ് ആയ മനുഷ്യന്മാരുണ്ട്. സഹജീവികളോട് ഏറ്റവും അടുത്ത് പെരുമാറിയിട്ടും അവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ വളർന്ന് രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സിനിമ തലപ്പാവായതും ഒരു കമ്മിറ്റഡ് സിനിമയാണത്. രണ്ടാമത്തെ സിനിമ ഒഴിമുറി ഉണ്ടാകുന്നതും അതേപോലെ തന്നെയാണ്. അതൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അതിനകത്ത്. കാരണം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അതിനകത്ത്. എന്താണ് ഡിവോഴ്സ്, എങ്ങനെയാണ് ഡിവോഴ്സ് ചെയ്യുമ്പോഴും രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള ജീവിതം എങ്ങനെയാണെന്നുണ്ട്. മൂന്നാമത്തെ സിനിമ പ്രസിദ്ധമായി ചെയ്തപ്പോൾ ഇതേ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഏതൊരു മനുഷ്യനെയും ആർക്ക് വേണമെങ്കിലും ഏത് നിമിഷവും ഒരു പ്രതിയാക്കി മാറ്റാം എന്ന് പറയുന്നൊരു കഥ പറഞ്ഞിരുന്നു. അതിനകത്തും ഒരുപാട് ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു വിഷയത്തെക്കുറിച്ചോ ഒരു കാര്യത്തെക്കുറിച്ചോ നമ്മൾ സംസാരിക്കുന്നില്ല. ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്?